നമ്മളിതിൽ നിന്ന് വാഴപ്പിണ്ടി എടുക്കാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ വാഴ. നല്ല കൊലച്ച വാഴയായിരുന്നു. ഓക്കെ, कलर देखो इसका. வணக்கம் மக்களே, நான் இப்போ இருக்குது ஆசாமில். அப்படியே ஃபோட்டோ எடுத்துக்கிறேன். നമ്മുടെ ഇതായി. ഇനിയിപ്പോൾ അതിനെ വേവിച്ചെടുക്കാം. ഉപ്പും മഞ്ഞളിട്ട് വേവിക്കണേ. ഇൻഡക്ഷനിൽ വെച്ചത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെറുപയർ കൂടി ചേർത്ത് എന്താ പറയുക, ഉപ്പിട്ട് മുളകല്ല മഞ്ഞളിട്ടിട്ട് ജസ്റ്റ് വേവിച്ച് നല്ലോണം വേവിക്കും. കുക്കറില്ലാത്തതുകൊണ്ട് നമ്മൾ ചെറുപയറും ഉണ്ണിത്തണ്ട് ഒരുമിച്ചിട്ട് ഇതിന് മുന്നേ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഫ്രണ്ട് പറയുന്നത് ഉണ്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ഇത്തവണ ഒരു വെറൈറ്റി ആയിട്ട് വീണ്ടും ഉണ്ടാക്കുന്നത്. നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ട് എന്നിട്ട് അടച്ച് വെക്കണം. അടച്ച് വെച്ച് നല്ലോണം കുക്കറിന് പകരം വേവിക്കാം. എന്നിട്ട് ഡ്രൈ ചെയ്തെടുത്തു. അത് നല്ലോണം തിളച്ച് മാറ്റി തിളച്ച് വന്നു. അതിന് ഇതിൽ തന്നെ നമ്മൾ എണ്ണ വെച്ച് കടുകിട്ട് കടയിൽ കുറച്ച് വെളുത്തുള്ളി ചതച്ചതാണ്. പിന്നെ വലിയ ഉള്ളി കട്ട് ചെയ്ത് അതും എടുത്തിട്ടു. കുറച്ച് ചൂട് കുറച്ച് പച്ചമുളക് ഇത് നമ്മുടെ കറിവേപ്പിലയാണ്. എന്തിലും കറിവേപ്പില നമ്മളിട്ട് അടിപിടിച്ച പോലെ ഉണ്ടാകും. കാരണം അത്രയും ഇതായിട്ട് വെന്ത് ആയതാണ്. ഇനി നമ്മൾ എടുത്ത് സാധനമെടുത്ത് പാനിലേക്ക് ഇട്ടു. എന്നിട്ട് എല്ലാം ഒന്ന് ഇളക്കി പിടിക്കുക. ഒന്ന് ഇളക്കി കൊടുത്തു. ഏകദേശം ലോ ഫ്ലെയിമിൽ തന്നെ ഇളക്കുന്നു. എല്ലാം മിക്സ് ചെയ്താൽ സംഭവം റെഡിയാണ്. കഴിച്ചു നോക്കും മക്കളെ, നന്നായിട്ടുണ്ടാവും. ഇഷ്ടമായി ലൈക്ക് അടിക്കണേ.